പുതിയ തരം റെസിപ്പികളുടെ കൂടുതൽ വീഡിയോസുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ കുറച്ച് പഴയ സോക്സുകളും അതേപോലെ തന്നെ ജോഡിയില്ലാത്ത സോക്സുകളും ലൂസായിട്ടുള്ള സോക്സുകളും കുറച്ച് കീറിയ സോക്സുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ സോക്സുകളൊക്കെ വെച്ചിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനത്തെ സോക്സുകളൊന്നും കളയണ്ട, നമുക്ക് എടുത്തു വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്നപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു സോക്സ് എടുത്തിട്ട് നന്നായി ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സോക്സ് കയ്യിലിടാം. ഗ്ലൗസ് പോലെ നമുക്ക് ഇങ്ങനെ കയ്യിലിട്ടിട്ട് നമ്മുടെ വീട്ടിലെ ജനലുകളൊക്കെ ഉണ്ടാവുമല്ലോ, ജനൽ കമ്പികളൊക്കെ തുടയ്ക്കാൻ നമ്മൾ തുണി ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് സോക്സ് ഉപയോഗിക്കാം. സോക്സ് ഉപയോഗിക്കുമ്പോൾ രണ്ട് കാര്യമാണുള്ളത്. നമ്മുടെ തുണി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് പണിയായിരിക്കും ഈ ജനൽ കമ്പികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. പക്ഷെ സോക്സ് ഉപയോഗിച്ച് ചെയ്യാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സുഖമായിട്ട് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നത് പോലെ തന്നെ സുഖമായിട്ട് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഈ സോക്സിന്റെ മെറ്റീരിയൽസ്, ഈ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുന്ന ഒരു ക്ലോത്താണ്. അതുകൊണ്ട് സോക്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. ഇനി ജനലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സോക്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം. അപ്പോൾ നമ്മുടെ പഴയ സോക്സിൽ നിന്നും നല്ലൊരു സോക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഇതേപോലുള്ള ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഹാഫായി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ സോക്സ് ഒന്ന് ഇതേ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിൽ ഈ സോക്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ അരികു വശത്തൊക്കെ കുറച്ചൊന്ന് ഗമ്മ് വെച്ച് കൊടുക്കാം. ഗമ്മ് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഗമ്മ് വെച്ച് കൊടുക്കുന്നത്. ഏത് ഗമ്മായാലും മതി. എന്നിട്ട് അതൊന്ന് ഉള്ളിലേക്ക് മടക്കി വെക്കാം. അപ്പോൾ അവിടെ അങ്ങനെ ഒട്ടി നിന്നോളും. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുട്ടികളുടെ പെൻസിലും പെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതേപോലുള്ള ടിന്നിലിട്ട് വെക്കാം. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന സോക്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. അതിനും ഇതേപോലെ തന്നെ സോക്സ് കുറച്ചൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പഴയ ബോട്ടിൽ എടുത്ത് അതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഗമ്മ് വെച്ച് ഒട്ടിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രഷുകളൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് വെക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇങ്ങനെ വെക്കുന്നതാണെങ്കിൽ ഇതേപോലെ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ബ്രഷിന്റെ ഈ ബോട്ടിൽ നമുക്ക് തൂക്കിയിടണമെങ്കിൽ ഈ ഒരു സോക്സിന് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബ്രഷ് വെച്ച് ഇത് തൂക്കിയിട്ട് കൊടുക്കാം. ഇനി സോക്സ് വെച്ചിട്ട് അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ്. ഇപ്പൊ സോക്സ് നമ്മളിങ്ങനെ ഗ്ലൗസ് പോലെ ഇട്ടിട്ട് നമ്മുടെ ഷൂ ഒക്കെ പോളിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രഷ് ഒന്നും തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പഴയ സോക്സ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷൂ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയും. അപ്പോൾ അധികം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ നനച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ സോക്സ് ഉപയോഗിച്ച് നമ്മൾ ഷൂ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഷൂവിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ സോക്സിലേക്ക് കിട്ടും. നമ്മൾ തുണി വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അധികവും ചെയ്യാറുള്ളത് ഈ സോക്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കുട്ടികളുടെ ഷൂ ഒക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമ്മളെ കയ്യിൽ കുഞ്ഞു സോക്സ് ആണുള്ളതെങ്കിൽ അതൊക്കെ ചെറിയ എണ്ണയുടെ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ
ഇങ്ങനെ വെക്കുന്ന സ്ഥലത്തൊക്കെ ഒരു എണ്ണമയം കാണുമല്ലോ. അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിലാണ് ഈ എണ്ണ കുപ്പി വെക്കുന്നതെങ്കിൽ അതിൻ്റെ താഴെ കുറച്ച് എണ്ണമയമൊക്കെ ഇങ്ങനെ കാണും. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ സോക്സ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ. പിന്നെ നമ്മൾ സോക്സ് ഇടയ്ക്കൊന്ന് എടുത്ത് അലക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൈമൽ പിടിക്കുമ്പോൾ ഒന്നും എണ്ണമയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുപ്പി എടുക്കാനും പിടിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് ഓയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ബോട്ടിൽ നമുക്ക് ഇതേപോലെ തന്നെ വലിയ സോക്സ് എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് അതൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോട്ടിൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും, ബോട്ടിൽ എണ്ണമയൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിലൊക്കെ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ബോട്ടിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഈ സോക്സ് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് അലക്കി പിന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു സോക്സ് എടുത്ത് അതിൻ്റെ വലുപ്പമൊക്കെ ഒന്ന് നോക്കി ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതിനിട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോട്ടിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും മാറ്റി കൊടുക്കുകയും കഴുകി എടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ സോക്സ് മാത്രം എടുത്ത് ഒഴിവാക്കി ഒന്ന് കഴുകി എടുത്താൽ മതി. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ ഓയിലിൻ്റെ ബോട്ടിലാണെങ്കിൽ നമ്മളത് വെറുതെ ഒന്ന് കഴുകിയാൽ പോലും അത് വൃത്തിയാവില്ല, കാരണം അതിൻ്റെ ഒരു മൈക്കൊക്കെ ആയിട്ട് അവിടെ തന്നെ ഒട്ടിപ്പിടിച്ച് കിടക്കും. അപ്പോൾ ഇങ്ങനെ സോക്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും കഴുകേണ്ടി വരികയില്ല. അതേപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും, നമുക്ക് കാണാൻ നല്ല ഭംഗിയിൽ ഇങ്ങനെ നല്ല വൃത്തിയിലിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്സ് നല്ലൊരു ടിപ്സായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും അധികം മേക്കൊന്നും ആവില്ല നമ്മൾ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം. ഇനി അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൗസ് പോലെ തന്നെ ഈ ഒരു സോക്സ് കയ്യിലിട്ടിട്ട് നമ്മുടെ TV, സ്പീക്കർ, അതേപോലെ തന്നെ TV വെച്ച ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, TVൻ്റെ ബോക്സുകളൊക്കെ, അങ്ങനത്തെ ഒക്കെ നമുക്ക് നല്ലോണം തുടച്ചെടുക്കാൻ കഴിയും. അപ്പോൾ വെള്ളമൊന്നും നനയ്ക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തുള്ള പൊടികളും നമുക്ക് തുടച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേറെ ടിഷ്യൂ പേപ്പറോ അങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ട. അപ്പോൾ നല്ല സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തു വെച്ചാൽ TV ഒക്കെ തുടച്ചെടുക്കാം. പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ പറ്റി പിടിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ സോക്സിൻ്റെത്. അപ്പോൾ നന്നായിട്ട് വേഗം തന്നെ ക്ലീൻ ആയി കിട്ടും. എല്ലാ ഭാഗത്തുള്ള പൊടികളൊക്കെ നമുക്ക് കൈയെത്തുന്ന എല്ലാ ഭാഗത്തുള്ള പൊടികളും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. ഇനി അടുത്ത ടിപ്സ്, നമ്മുടെ കുട്ടികളുടെ പുതിയ ചെരുപ്പുകൾ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത ചെരുപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എടുക്കുമ്പോഴത്തേക്ക് അതൊക്കെ പൊടിയായിട്ടിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ സോക്സ് ഉണ്ടെങ്കിൽ കുട്ടികളുടെ ഷൂ ഒക്കെ ആണെങ്കിൽ 2 ചെരുപ്പും തന്നെ എടുത്തിട്ട് ഒരു സോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയൊന്നും കയറാതെ തന്നെ നമുക്ക് എടുക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വലിയവരുടെ ചെരുപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തു വെക്കുന്ന ചെരുപ്പൊക്കെ ആണെങ്കിൽ ഓരോ സോക്സ് ഓരോ ചെരുപ്പിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പൊടിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പിന്നീട് എടുക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. ഇനി അടുത്ത ടിപ്സ്, അതിന് കുറച്ച് കട്ടിയുള്ള സോക്സ് ആണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മളതിൽ പൊട്ടുന്ന ബോട്ടിലുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിൽ, ജാം, അതേപോലെയുള്ള ബോട്ടിലുകളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോണ ബോട്ടിലുകളായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സോക്സ് ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പെട്ടെന്ന് വൈദ്യുതി പോയിട്ടുണ്ടെങ്കിലൊന്നും അത്ര പെട്ടെന്നൊന്നും പൊട്ടൂല. നമ്മുടെ ടേബിളിൽ നിന്ന് ചെറുങ്ങനൊക്കെ തട്ടി മുട്ടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പൊട്ടാതെ തന്നെ കിട്ടും. അപ്പം കുറച്ച് കട്ടിയുള്ള സോക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് വെക്കാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഗൾഫിലേക്കൊക്കെ ഈ അച്ചാറുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊട്ടുന്ന കുപ്പിയിൽ കൊടുത്തയക്കുമ്പോൾ നമുക്കിങ്ങനെ പഴയ സോക്സ്, കട്ടിയുള്ള സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിലാക്കിയിട്ട് അതൊന്ന് കവർ ചെയ്ത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് കൊടുത്തയക്കുകയാണെങ്കിൽ നമ്മുടെ ചില്ല് ബോട്ടിലൊന്നും പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അപ്പോൾ കുറച്ചും കൂടി ഒരു സേഫ് ആയിരിക്കും. നമ്മുടെ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലൊക്കെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തയക്കുകയാണെങ്കിൽ. അപ്പം
ഈ സോക്സ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അന്നപ്പോൾ എൻ്റെ ഈ വീഡിയോയിലെ 10 ടിപ്സിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ടിപ്സാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.